ഗൈസ് ഇനി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് തരാം. സിനിമൻ്റെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. സിനിമൻ്റെ വീഡിയോ കണ്ടു. അപ്പോൾ എനിക്കതിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ എനിക്ക് ജസ്റ്റ് ഒന്ന് എനിക്ക് അന്നത്തെ ദിവസം കുറേ ഊമ്പിയ മെസ്സേജ് വന്നു. പക്ഷേ എന്താ ഞാനത് മൈൻഡ് ഫക്ക് ആയപ്പോഴത്തേനും ബ്രാവൊക്കെ വന്നിട്ട് ഇതുപോലെ കാര്യം പറഞ്ഞു, എടാ ഇത് വീട് നമുക്കത് പിന്നെ സംസാരിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിനകത്ത് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ജസ്റ്റ് ഞാൻ പറയുവാണ്. ഞാൻ പറഞ്ഞിട്ട് സിറ്റിയിൽ കയറാം. അതാണ് നല്ലത്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ ഓൾ ദ വെരി ബെസ്റ്റ് ഡയോസ്. എടാ നമ്മുടെ കൂടെ ഒരുപാട് നിന്ന ആൾക്കാരാണ് ഗൈസ്, സത്യം പറയാമല്ലോ. നമ്മളോട് ഒരുപാട് നിന്ന ആൾക്കാരാണ്, ഒരുപാട് കോൺട്രിബ്യൂഷൻസ് തന്നവരാണ്. സോ അവരുടെ അടുത്ത് ഹെയ്റ്റ് എന്നുള്ളൊരു രീതിയിൽ നമ്മുടെ ഓഡിയൻസ് ഒരിക്കലും ഒരു സമയത്തും പോയി അങ്ങനെ വെറുതെ ഇതാക്കരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് എനിക്കുണ്ട്. ഫസ്റ്റ് കാര്യം അതെന്തോ ആയിക്കോട്ടെ, അവരുടെ ഗ്യാങ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ. പക്ഷേ ആ മീറ്റപ്പ് ഞാൻ ഇനി ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ക്ലിയർ കട്ടായിട്ട് പറയാം. കുറേ പേര് വീഡിയോയിലും കമൻസിലൊക്കെ TVX ഡയോസ് എന്ന് പറയുന്ന ഒരു സാധനത്തെ പറ്റി പറഞ്ഞായിരുന്നു. അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതെ, ഒരിക്കലും അങ്ങനെ TVX ഡയോസ് എന്ന് പറയാനാണെങ്കിൽ പിന്നെ TV ആയിട്ട് കളിച്ചാൽ പോരായിരുന്നോ? എന്തിനാണ് രണ്ട് ഗ്യാങ് ആയത്? അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഞാൻ ഒറ്റ കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. കുറേ പേര് അതിനകത്ത് ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചായിരുന്നു, ഈഗിൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ TVക്കകത്ത് എല്ലാവരും തിരിച്ചു വന്നേനെ എന്നുള്ളൊരു കാര്യം എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറയണ ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ, അതിനകത്ത് ക്ലിപ്പിനകത്തൊരു വീഡിയോയിൽ ഒരു പോർഷൻ കണ്ടപ്പോൾ എനിക്കും കുറച്ച് ബാഡ് അടിച്ച്. കാരണം എന്താ നമ്മൾ റിക്രൂട്ട്മെന്റ് നടക്കുന്ന സമയത്ത് അവർ വണ്ടിക്കകത്ത് ഇങ്ങനെ പോകുമ്പോൾ അത് കണ്ടിട്ട് അവർക്ക് വിഷമമാവുന്നു എന്നുള്ളൊരു കാര്യം. പക്ഷേ ഇതങ്ങനെയല്ല ഗൈസ്. ഞാൻ കണ്ണാപ്പിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവസാനമായിട്ട് TVക്കകത്തു നിന്ന് ഇറങ്ങിയ മെമ്പേഴ്സിനോട് ചോദിച്ചു, നിങ്ങൾക്ക് തിരിച്ചു കയറാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, TVക്കകത്ത് കറണ്ട്ലി ഉള്ള 2-3 മെമ്പേഴ്സിനോട് അവർക്ക് പ്രശ്നമുണ്ട്, അവരുടെ കൂടെ ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല, ഇവിടെ വന്നിട്ട് 2 ചേരിയായിട്ട് കളിക്കാം എന്നൊരു ഒപ്പീനിയൻ വരെ ആയി. അതായത് ഞാൻ അവരെ പുറത്താക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ, കാരണം ഗൈസ് എൻ്റെ കൂടെ അകത്ത് നിന്ന ആൾക്കാരെ ഞാൻ വാല്യൂ ചെയ്യണം. എനിക്ക് അവരെ എടുത്ത് കളയാൻ ഒരിക്കലും പറ്റത്തില്ല, മനസ്സിലായോ? അപ്പോൾ അതെനിക്ക് ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഞാൻ എടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, നിങ്ങൾക്ക് TVയിൽ തിരിച്ചു വരാൻ പറ്റുമോ? 14 പേരെ ഞാൻ എടുക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഇതാക്കി പറഞ്ഞു. അപ്പോൾ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ റിക്രൂട്ട്മെന്റ് എടുത്തത്. അതിനു മുമ്പ് ആൾക്കാരെ നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചേ ഉള്ളൂ, റിക്രൂട്ട്മെന്റ്സ് ഒന്നും എടുത്തിട്ടില്ല, മനസ്സിലായോ? അതേ ഉള്ളൂ. അത് കണ്ടപ്പോൾ എനിക്കും അങ്ങനെ ഒരു ഇത് തോന്നി. കാരണം നമ്മൾ റിക്രൂട്ട്മെന്റ് എടുക്കുന്ന കണ്ടിട്ടാണല്ലോ അവർ അങ്ങനെ പോയി, അവർ വിഷമിച്ച് അങ്ങനെ പോകണേന്ന്. അത് എനിക്ക് കുറേ മെസ്സേജ് വന്നു ഗൈസ്. ഞാൻ ടോപ്പിക്ക് വീണ്ടും എടുത്തിട്ടുമല്ല, എനിക്ക് കുറേ മെസ്സേജ് വന്നു, അതുകൊണ്ടാണ് ഞാനത് പറയണത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇല്ല ഇത് പറയണം, അല്ലെങ്കിൽ നാളെ വലിയ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയണേ. ഇത് നമുക്ക് പറയണം. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങളുടെ അടുത്ത് പറഞ്ഞോട്ടെ. നാളെ ഇവർ ഈ സിറ്റിയിൽ കളിക്കാൻ വരുവാണെന്നുണ്ടെങ്കിൽ, അതായത് എക്സ്ലാൻഡിസിൽ കളിക്കാൻ വരുവാണെങ്കിൽ, എക്സ്ലാൻഡിസിൽ TV എന്തായാലും കളിക്കുന്നുണ്ടാവില്ല. അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണ്. കാരണം അവിടുത്തെ കുറച്ച് പേർക്ക് ഇപ്പോഴും TVക്കകത്ത പിള്ളേരോട് ഇഷ്യൂ ഉണ്ട്, ഇവിടുത്തെ ചിലവന്മാർക്ക് ഇറങ്ങിയ ആൾക്കാരുമായിട്ട് ഇഷ്യൂ ഉണ്ട്. നാളെ ഇത് TVA വേഴ്സസ് KVA പോലെ പണ്ടത്തെ ഒരു സിറ്റുവേഷൻ കാണാൻ എനിക്ക് പറ്റത്തില്ല. ലിറ്ററലി എനിക്കത് പറ്റത്തില്ല. അവർ ഈ സിറ്റി കളിക്കാൻ വരുവാണെങ്കിൽ ഇവിടുന്ന് ഞാൻ TVയെ ഇതാക്കും. കാരണം അത് ഒരിക്കലും ഇതാക്കി പോകാൻ പറ്റത്തില്ല ഗൈസ്. എന്തൊക്കെ പറഞ്ഞാലും ഇത് രണ്ടും അടിയാവും. എനിക്ക് കൂടെ നടന്നവന്മാരെ വിളിച്ചിട്ട് വെച്ച് അപരാധം പറയാനും ചീത്ത വിളിക്കാനും നാളെ പറ്റത്തില്ല. ഗ്യാങ്ങിന് വേണ്ടിയിട്ട് നാളെ ഇവർക്കൊന്നും എതിരെ സംസാരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. സോ അവരുടെ സിറ്റി കളിക്കട്ടെ, നമ്മൾ നമ്മുടെ സിറ്റി കളിക്കാം. ഇവിടെ കളിക്കുകയാണെങ്കിൽ ഇവിടെ നാളെ KVA വേഴ്സസ് TVA പോലൊരു വേഴ്സസ് സാധനം ആവുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ എത്രയൊക്കെ പറഞ്ഞാലും, ഞാനും ചന്ദ്രനെ, ബാബു അങ്ങനെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇത് മനസ്സിലാക്കി സിറ്റുവേഷൻ എടുക്കാതെ ഇരിക്കുമായിരിക്കും. മനസ്സിലാക്കിയിരിക്കും. പക്ഷെ ബാക്കി പിള്ളേർ സിറ്റുവേഷൻ എടുക്കും, ഉറപ്പാണ്. ഇവിടെ മാത്രമല്ല അവിടെ. എന്തോന്ന് പറയുന്നെന്നോ ബ്രോ, ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ എൻ്റെ കാര്യമാണ് പറയണേ. എൻ്റെ തീരുമാനത്തിന് വേറെ മാറ്റമൊന്നുമില്ല, മനസ്സിലായോ? എനിക്ക് അടിയാക്കാൻ വയ്യ ബ്രോ. എനിക്ക് അതിനോട് താല്പര്യമില്ല. എനിക്കത് കൂടെ നിന്ന ആൾക്കാരുടെ അടുത്തൂടെ ലാസ്റ്റ് അടിയും വഴക്കും ആക്കണമെന്ന രീതിയിലോട്ട് ഇത് കൊണ്ടുപോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഡിസിഷൻ ക്ലിയർ കട്ടായിട്ട് പറയണം, അങ്ങനെ ഇത് വേണ്ട. ഞാൻ KVയുടെ സിറ്റുവേഷനിൽ ഞാൻ മുഖത്ത് പോലും നോക്കാൻ പറ്റാതെ ആയിപ്പോയി.
ബ്രാവോ ആയിക്കോട്ടെ, കാസ്ട്രോ ആയിക്കോട്ടെ, ഡോക്കി ആയിക്കോട്ടെ, എല്ലാവരോടും. അത് അവന്മാരും പറയും ഇപ്പോഴും. ഇപ്പം അവന്മാരും പറയാറുണ്ടത്. എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആരെയും കാണാൻ വയ്യ. 2 സിറ്റിയിൽ കളിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ഗൈസ്. പറയാ അതിൻ്റെ ഇടയ്ക്ക് ഇത് വന്നൊരു 2 സിറ്റിയിൽ കളിക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഏറ്റവും നല്ലത്. സോ എനിക്ക് അങ്ങനത്തെ ഒരു റിസ്ക് എടുക്കാൻ എന്തായാലും താല്പര്യമില്ല. അവര് കളിക്കുന്ന സിറ്റിയിൽ ഞങ്ങൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ എന്തായാലും ഞങ്ങൾ പോകത്തില്ല. അവിടെ പോയി ഇവിടുത്തെ ടിവിയിലെ ഒരു പിള്ളേരോടും സിറ്റുവേഷൻ എടുക്കില്ലെന്ന് ഞാൻ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ തിരിച്ചു വന്നാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ല ഞങ്ങൾക്ക്. അത് മൈൻഡ് ഫക്ക് ആവും ഗൈസ്. സത്യമായിട്ട് ഭയങ്കര മൈൻഡ് ഫക്ക് ആവും. അത് താല്പര്യമില്ല. സോ അവരവരുടെ സിറ്റിയിൽ കളിക്കട്ടെ, നമ്മൾ നമ്മുടെ സിറ്റിയിൽ കളിച്ചോളാം. ആൻഡ് ഇവിടുത്തെ കളിക്കാൻ താല്പര്യമുള്ള പ്ലേയേഴ്സ്, RP ചെയ്യാനുള്ള താല്പര്യമുള്ള പ്ലേയേഴ്സൊക്കെ അവിടെ പോയി RP ചെയ്തോളൂ. അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് പറയണം എന്നുണ്ടായിരുന്നു. അത് എന്നാ ബാബു ഇവിടെ അവനെ കുറേ നാളായിട്ട് എനിക്ക് വല്ലാതെ മിസ്സായി. അവൻ മീറ്റപ്പിന് വന്നത് തന്നെ അച്ഛൻ്റെ കൈയും കാലും പിടിച്ചിട്ടാണ്, മനസ്സിലായ? നമുക്ക് നമ്മുടെ സിറ്റി ആൾക്കാരുടെ സിറ്റി. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്രോ. ഞാൻ അതന്നെ ചെയ്യുന്നുള്ളൂ ബ്രോ. ജസ്റ്റ് കണ്ടന്റ് എന്ന രീതിയിൽ ഇട്ടതാണ്. അത് സരക്കണ്ണ ലൈവിലും പറഞ്ഞതല്ലേ? അത് അവരുടെ കണ്ടന്റ് ആയിക്കോട്ടെ ബ്രോ. എനിക്ക് എൻ്റെ സൈഡ് പറയണ്ടേ? ഇതെന്താണ് നിങ്ങൾക്ക് ഇപ്പൊ സരക്ക് പറയണ കാര്യം ബ്രോയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ പറയണ കാര്യം എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തേ? ഞാൻ പറയണ കാര്യം എന്താ ബ്രോയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തേ? അവന്റെ POV ഉള്ളതുപോലെ എനിക്ക് എന്റെ POV ഉണ്ട്. വാട്ട്? അവൻ ലൈവിൽ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ മിണ്ടാതെ വാടച്ചിരിക്കണോ? അതൊക്കെ എന്താ? അത് ശരി, അത് കൊള്ളാലോ. അവൻ ലൈവിൽ പറയുമ്പോ എനിക്ക് ലൈവ് പറയണ്ടേ? എനിക്ക് എന്റെ കാര്യങ്ങൾ പറയണ്ടേ? ഈ വെറുതെ ഇരിക്കുമ്പോ വീട്ടിലിരിക്കുന്ന കുഞ്ഞിന്റെ പേരിൽ ഒരു തള്ളക്കും തന്തയ്ക്കും വിളിക്കണ ഓരോ പുണ്ടച്ചികളുണ്ട് ഇതിന്റെ ഇടയ്ക്ക്, മനസ്സിലായ? എനിക്ക് ആ കുണ്ണളൊന്നും വായിരിക്കണം കേൾക്കാണ്ടിരിക്കണം എനിക്ക് താല്പര്യമില്ല. എനിക്ക് എന്റെ കാര്യങ്ങൾ പറയാം. അതിൽ എനിക്ക് ആരെയും പേടിയൊന്നും ഇല്ല. എനിക്ക് എന്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങണം. അവര് കണ്ടന്റ് ഇട്ടത് ഞാൻ പറഞ്ഞു എനിക്ക് ആ വീഡിയോ കാണാൻ താല്പര്യമില്ല. ഞാൻ ഓൾ ദ വെരി ബെസ്റ്റ് പറഞ്ഞു അവരുടെ അടുത്ത്, മനസ്സിലായ? എനിക്ക് അതിനകത്ത് അവർക്ക് ചിലപ്പോൾ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടായിരിക്കത്തില്ല, പക്ഷെ എനിക്കുണ്ട്. എനിക്ക് അതിനകത്ത് 2-3 കുണ്ണാളെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ ഇപ്പോഴും, പറഞ്ഞു മനസ്സിലായ? എന്റെ കാര്യമാണ് ഞാൻ പറയണേ, അല്ല നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറയണേ. എന്റെ കാര്യം ഞാൻ പറയണേ. അവന്മാർക്ക് പ്രശ്നമില്ലായിരിക്കും, എനിക്ക് പ്രശ്നമുണ്ട്. അത് ശരി, അത് കൊള്ളാം. എനിക്ക് അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് അതിനകത്ത് 2-3 പേരുടെ അടുത്ത് പോകാൻ പറ്റത്തില്ല ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ, 2-3 പേരുടെ അടുത്ത് എനിക്ക് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും അല്ല, എനിക്ക് നിങ്ങളോട് വേണേൽ പറഞ്ഞുകൂടെ ഗൈസ്? ഈ ഹെയ്റ്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് വേണേൽ പറഞ്ഞൂടെ എല്ലാം ശരിയാവും, എല്ലാം അടിപൊളിയാവും എന്നൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോയാൽ ഒരു പ്രശ്നവും ഇല്ല, മനസ്സിലായ? പക്ഷേ ഞാൻ ക്ലിയർ കട്ടായിട്ട് തുറന്നു പറയാം നിങ്ങളുടെ അടുത്ത്, എനിക്ക് അവരോട് ഒത്തുപോകാൻ പറ്റത്തില്ല. 2-3 പേരോട് എനിക്ക് അവരോട് താല്പര്യമില്ല. എനിക്ക് അവരെ താല്പര്യമില്ലാത്ത കാര്യമാണ്, മനസ്സിലായ? ഇവരെല്ലാവരും കിടന്നുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു സീനും ഇല്ലാത്തതായിട്ട് തോന്നിയില്ല. ഇപ്പൊ എല്ലാം സോൾവ് ആയി. ഇപ്പൊ ഈഗിൾ ബ്രോ വീണ്ടും വേസ്റ്റ് ആക്കി. ഞാൻ എന്ത് വേസ്റ്റ് ആക്കിയടാ? ബ്രോ സീരിയസ്ലി നമ്മുടെ ഒപ്പീനിയൻസ് ഓപ്പൺ അപ്പ് ആയിട്ട് പറഞ്ഞാൽ, അല്ല നിങ്ങൾ ഇതുവരെ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ബാക്കിയുള്ള ആൾക്കാർ ഇന്ന് സോൾവ് ആവും നാളെ സോൾവ് ആവും എന്ന് പറയുന്നതല്ലാതെ ഇവിടെ ഈ സിറ്റിക്കകത്ത് TVക്ക് വേണ്ടി കളിക്കണ ഒരു പിള്ളേരുടെ അടുത്തുള്ള ഇഷ്യൂ സോൾവ് ആക്കാൻ ഇവിടെ ഒരു ഗ്യാങ്ങിലുള്ളതും വെളിയിൽ നിന്നുള്ള ഒരാളും വന്നിട്ടില്ല. എനിക്ക് പറയാനുള്ളത് പറയണം. എനിക്ക് ഫേക്കായിട്ട് ആൾക്കാരുടെ അടുത്ത് നിൽക്കണ്ട. ടു ബി ഓണസ്റ്റ് ഞാൻ പറയാണ്, അങ്ങനെ നിൽക്കണ്ട. എനിക്ക് പറഞ്ഞിട്ട് മതി. എനിക്ക് 3 പേരുടെ അടുത്ത് അസൗകര്യം ഉണ്ടെന്ന് പറയണതിൽ എന്താടാ തെറ്റ്? അതിലെന്ത് വേഴ്സാക്കിയെന്നാ? എനിക്ക് താല്പര്യമില്ല. അവർക്ക് ചിലപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ കൂടെ കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ അവരെ ഒന്നും ചെയ്ത് കാണത്തില്ല. നേരെ തിരിച്ച് എനിക്ക് കിട്ടിയത് അങ്ങനെയല്ല. എനിക്ക് അവരുടെ അടുത്തു നിന്നൊക്കെ ഫേസ് ചെയ്യേണ്ട വന്ന സിറ്റുവേഷൻസ് വേറെയാണ്. എനിക്ക് താല്പര്യമില്ല. ആ കാര്യം എനിക്ക് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞുകൂടെ? എനിക്ക് പറയാനുള്ള ഫ്രീഡം ഇല്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നേ. എനിക്കത് പറയാനുള്ള ഫ്രീഡം ഉണ്ട്. പിന്നല്ലാതെ ഞാനെല്ലാം എൻ്റെ നിങ്ങൾക്ക് വ്യൂവേഴ്സ് പോകുമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഒപ്പീനിയൻസ് ഇതാക്കി എടുക്കണോ? എനിക്ക് അങ്ങനൊന്നും എന്നെ കിട്ടത്തില്ല ബ്രോ. നിങ്ങൾ അങ്ങനത്തെ ഉള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് അങ്ങനെ ഒരു സീനില്ല. എനിക്ക് അങ്ങനെ ഒരു ഇതല്ല. ഞാൻ പറയണ എൻ്റെ കാര്യങ്ങളാണ്. എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് ക്ലിയർ കട്ടായിട്ട് പറയും. എനിക്ക് അതിനോട് താല്പര്യമില്ല. ആ 2-3 പേരുടെ താല്പര്യമില്ല. അതുകൊണ്ട് TV എന്ന് പറയുന്ന സാധനം
അതുമായിട്ട് എക്സും അങ്ങനൊന്നും നടക്കത്തില്ല. ഇപ്പൊ നമുക്ക് ആകെ ഉണ്ടായിരുന്നത് ബെല്ലാരിയാണ്. ബെല്ലാരിയിലെ പിള്ളേരുടെ അടുത്തല്ല നമുക്ക് അങ്ങനെയാണ് അന്നോട്ട് നിന്നുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് പേഴ്സണലി അവരോടൊന്നും ഒരു ഇഷ്യൂ ഇല്ല. പക്ഷെ എനിക്ക് ഇഷ്യൂ ഉള്ള 2-3 പേരുള്ള ഒരു ഗ്യാങ്ങിനെ ഞാൻ എൻ്റെ കമ്പാനിയൻ ഗ്യാങ് ആയിട്ട് എങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റും? എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. സോ അതെനിക്ക് പറയണം. പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടേ പറയുള്ളൂ. അതാ ഞാൻ ആരെന്ത് പറഞ്ഞാലും പറയും. വേഴ്സ് ആക്കുന്നൊക്കെ നിങ്ങൾക്ക് ഒരു സൈഡിൽ നിന്ന് തിങ്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രം തോന്നുന്നതാണ്. നാളെ ഇത് വേഴ്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് എൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞത്. എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ് ഗൈസ്. നാളെ ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ചോദിക്കുന്നത് ഇതാ, നാളെ ടി വി ഡയോസ് ഒരു സിറ്റിയിൽ കളിക്കുന്ന സമയത്ത് ഈ ഇൻസൈഡുള്ള പ്ലേയേഴ്സ് എനിക്ക് 2-3 പേരുടെ ഇഷ്യൂ ഉണ്ട്. അതുപോലെ ഇതിനകത്തുള്ളവരുടെ അടുത്ത് കുറച്ച് പേരുടെ അടുത്ത് ഇഷ്യൂ ഉണ്ട്. അവർക്കും തിരിച്ച് അതുപോലെ ഉണ്ട്. അവർ വന്ന് സിറ്റുവേഷൻ എടുത്ത് നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളക്കി വിളിയായിട്ട് ഇരിക്കണമെന്ന് നിങ്ങൾക്ക് കാണണോ? ബ്രോ എന്താ ഫേസ് ചെയ്തതെന്ന് ഇവിടെ ക്ലിയർ ആക്കാമോ? ഡ്രാഗൺ ബൈലി എനിക്ക് അത് താല്പര്യമില്ല. എനിക്ക് പബ്ലിക്കലി വന്നിരുന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് പബ്ലിക്കായിട്ട് വന്നിരുന്ന് പറയാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്ക് അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വരും. അതുകൊണ്ടാണ് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയണത്. വേറെ ഒന്നും കൊണ്ടല്ല. പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയണത് ഈ പേഴ്സണൽ ഇഷ്യൂസ് അതിനകത്തുള്ളത് കൊണ്ടാണ്. ചില ആൾക്കാരുടെ റിലേഷൻഷിപ്സ്, ചില ആൾക്കാരുടെ ഫാമിലി, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് നിങ്ങൾ ഗെയിമിനകത്ത് മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു ഇതല്ലല്ലോ. ഗെയിമിനകത്ത് മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു സാധനമല്ല. റിയൽ ലൈഫിൽ എല്ലാം കോണ്ടാക്ട് ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഇഷ്യൂസ് ഒന്നും ലൈവിൽ ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഈ പറയണത് പോലത്തെ കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയണം. ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ പറയാൻ വേണ്ടി വരും. വിട്ടുകളയല്ല. അല്ല ബ്രോ ഗൈസ്, നിങ്ങളൊക്കെ ചില്ലാവും. ഞാൻ ചില്ലാണ്. പക്ഷേ എനിക്കിത് പറഞ്ഞിട്ട് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഇത് വേഴ്സാവും. ഞാൻ ഉറപ്പ് പറയാം. ഇത് വേഴ്സാവുമെന്ന് പറഞ്ഞാൽ ഞാൻ വേഴ്സാവും. അതുകൊണ്ടാണ് ഞാൻ പറയണത്. എനിക്കിത് രണ്ടും കൂടെ തൽക്കാലം അൺടിൽ ഈ പറയണ ആൾക്കാർ തമ്മിലുള്ള അങ്ങോട്ട് ടി വിക്കകത്തുള്ള പിള്ളേരുടെയും അവരുടെയും തമ്മിലുള്ള പ്രശ്നവും ഞാനും അവരും തമ്മിലുള്ള പ്രശ്നം സോൾവ് ആവുന്നത് വരെ, സോൾവ് ആയാൽ ഒരു സെർവറിൽ കളിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. സോൾവ് ആയില്ലെങ്കിൽ ഒരുമിച്ച് ഒരു സെർവറിൽ കളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് പേടിയാണ്. അത് എക്സ്ട്രീം ടോക്സിസിറ്റിയിലോട്ട് പോവും, വെറുതെ അടിയാവും. അത് സോൾവ് ആവുകയാണെങ്കിൽ നമുക്ക് ഇതാക്കാം. ബ്രോ ഇറ്റ്സ് ഇറിറ്റേറ്റിംഗ്. ഫീൽ ഫ്രീ ടു ലീവ് ദ ലൈവ് ബ്രോ. ആര് പിടിച്ചിരുത്തിയേക്കുന്നത്? എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാതെ ഞാൻ 24 മണിക്കൂറിന് ജോക്കറിനെ പോലെ ഇവിടെ നിന്ന് ചിരിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല. മനസ്സിലായ? നീ വേണേ കേട്ടാൽ മതി. ഇറിറ്റേറ്റിംഗ് ആവുന്നവർക്കൊക്കെ ഇറങ്ങിപ്പോവാം. എനിക്കൊരു പറയില്ല. എല്ലാത്തിനും നിന്നെയൊക്കെ എല്ലാം പ്രീതിപ്പെടുത്തിയിട്ട് വേണമല്ലോ ഞാൻ എല്ലാം ചെയ്യാൻ. കേട്ടോണ്ടിരിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് ബ്രോ. വീട്ടിൽ സ്വന്തം കുഞ്ഞിൻ്റെ കൂടെ ഒരു സെക്കൻഡ് പോയി ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കണത്. മയില് ഓരോത്തിൻ്റെയൊക്കെ മെസ്സേജ് ഞാൻ കാണിച്ചു തരാം. ഈ ലൈവിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം സ്ട്രീം ചെയ്ത് കാണിച്ചു തരാം. ആ മെസ്സേജൊക്കെ വായിക്കുമ്പോഴും എല്ലാവരും ഇതൊക്കെ പറയണം. ഞാനൊന്ന് ഇതെടുത്തോട്ടെ ഗൈസ്.